ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ചെറിയൊരു സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 സബോളയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് പകുതി മുക്കാലോളം വെന്ത് കുഴഞ്ഞു വരണം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വാടി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങാണ് ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഫില്ലിങ്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാം തന്നെ നല്ല പൊടിയായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ ഞാനിവിടെ പകുതി ക്യാരറ്റും പകുതി ക്യാപ്സിക്കവും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ചെറിയൊരു സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം മുഴുവനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് നല്ല പോലെ വെന്ത് കുഴഞ്ഞു വരണം, എങ്കിലേ നന്നായിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പേസ്റ്റൊന്നും ഇട്ടിട്ടില്ല. വേണമെന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് 1-2 സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, ഇതൊന്ന് തിളച്ചു വരാൻ വേണ്ടി. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേ കണക്കിൽ തന്നെ എടുക്കാൻ നോക്കുക. അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു മാവ്. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുഴച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ പലഹാരം തയ്യാറാക്കുമ്പോൾ ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്താലും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റി. ഞാനിപ്പോൾ ചെറിയ ചൂടുള്ള സമയത്താണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തൊക്കെ കുഴച്ചെടുക്കേണ്ടി വരും. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കാം. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മാവൊന്ന് ഒതുക്കി നന്നായിട്ട് ഈ ഷേപ്പിൽ എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരെണ്ണം നമ്മൾ ഉരുട്ടി നല്ല ഷേപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്തെടുക്കുമ്പോഴും നമ്മുടെ കയ്യിലൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോവും. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡ് വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് ഫ്ലെയിം വേണ്ട, ഫ്ലെയിം കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തു മാറ്റുന്നുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.